Hi friends, കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഫണ്ട അനാലിസിസിൻ്റെ ബേസിൽ Q2, Q3 റിസൾട്ടിൻ്റെ ബേസിൽ കയറിപ്പോയ ഏതാനും സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഈ വീഡിയോ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും ഇതുപോലെ ഇനി വരാൻ പോകുന്ന 3-4 വീഡിയോകളിലും ഞാൻ പറയാൻ പോകുന്ന ബേസിക് കാര്യം ഫണ്ട സ്ട്രോങ് ആയിട്ട് റിസൾട്ടിൻ്റെ ബേസിൽ കയറിപ്പോയ വാല്യൂ സ്റ്റോക്കുകളെ കുറിച്ചാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഫണ്ട സ്ട്രോങ് ആയിട്ടുള്ള വാല്യൂ സ്റ്റോക്കുകൾ മാത്രമല്ല, ഞാൻ പറയുന്ന സ്റ്റോക്കുകളൊക്കെ തന്നെയും നിഫ്റ്റിയുമായിട്ട് നോക്കാൻ നേരത്തെ നിഫ്റ്റിയെക്കാളും ഔട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. കാരണം നിഫ്റ്റിയെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. അങ്ങനത്തെ സ്റ്റോക്കുകളാണ് നമ്മൾ ലിസ്റ്റിൽ വേണ്ടത് ശരിക്കും. മൂന്നാമത്തെ കാര്യം, ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ 2 റിസൾട്ടോ 3 റിസൾട്ടോ അല്ലെ 4 റിസൾട്ടോ ബെറ്റർ ആയതുകൊണ്ട് ഇനി വരാൻ പോകുന്ന റിസൾട്ട് ബെറ്റർ ആകും എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു നിബന്ധനയുമില്ല ശരിക്കും. ദർ ഇസ് നോ ഗ്യാരണ്ടി, നോ വാറണ്ടി. 3-4 റിസൾട്ട് നല്ലതായതുകൊണ്ട് വരാൻ പോകുന്ന റിസൾട്ട് നല്ലതാകുന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ മുൻവിധികളും പാടില്ല. ആ മുൻവിധി വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാനേ സാധിക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനത്തെ സ്റ്റോക്കുകളുടെ വാറ്റ് ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. ഈ വാറ്റ് ലിസ്റ്റ് വരുന്ന സ്റ്റോക്കുകളുടെ റിസൾട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫണ്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന 2 പോയിൻറ്റ് പറഞ്ഞിട്ടുള്ളൂ. ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് 2021 Q2 ആൻഡ് Q3 വേഴ്സസ് 2022 Q2 ആൻഡ് Q3 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ്. OPM മാർജിൻ 2021 Q2 ആൻഡ് Q3 വേഴ്സസ് 2022 Q2 ആൻഡ് Q3 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫണ്ട് എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പെഗ് റേഷ്യോ അറിയണം, ഇൻഡസ്ട്രി വാല്യൂഷൻ അറിയണം, സ്റ്റോക്ക് വാല്യൂഷൻ അറിയണം, ഏണിങ്സ് പെർ ഷെയർ ബെറ്റർ ആയെന്ന് അറിയണം, ROC അറിയണം, ROE അറിയണം, അല്ലെ എൻ്റർപ്രൈസ് വാല്യൂ ബൈ എബിറ്റ അറിയണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്രിട്ടിക്കലായിട്ടുള്ള ക്യാഷ് ഫ്ലോ അനാലിസിസ് നിങ്ങൾ പഠിക്കണം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴേ ഫണ്ട എന്ന് പറയുന്ന വലിയൊരു ഡീറ്റെയിൽ അനാലിസിസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. ഞാൻ അതിൻ്റെ വെറും 2 കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് കാണിച്ചിട്ടുള്ളൂ. അതും ചാർട്ടിലാണ് കാണിച്ചിട്ടുള്ളത്. ചാർട്ട് എന്തിനാണ് കാണിച്ചതെന്ന് വെച്ചാൽ നിഫ്റ്റിയുമായിട്ട് നോക്കാൻ നേരത്ത് ഈ സ്റ്റോക്കുകളൊക്കെ ഔട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചാർട്ട് കാണിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, വീണ്ടും എടുത്ത് പറയുന്നു, ഇതൊന്നും റെക്കമെൻഡേഷനെ അല്ല. നിങ്ങൾ റെക്കമെൻഡേഷനായിട്ട് എടുക്കാൻ പാടില്ല. ശരിക്കും ജസ്റ്റ് വാച്ച് ചെയ്യുക മാത്രമേ ചെയ്യാവുള്ളൂ. ശരിക്കും കഴിഞ്ഞ വീഡിയോയും ഇതുപോലെ തന്നെ വാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഷെയർ ചെയ്തത്. ഈ വീഡിയോയും വാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 3-4 വീഡിയോസ് റിസൾട്ട് സീസണിലേക്ക് നമ്മൾ റിസൾട്ടിൻ്റെ തിക്ക് സീസണിൽ നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റോക്കുകളെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക, സ്റ്റോക്കുകളുടെ ബിഹേവിയർ പഠിക്കുക. അതിൻ്റെ ഫണ്ട നിങ്ങൾക്ക് screener.in പോയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫണ്ട് പഠിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്കുകളൊക്കെ കയറിപ്പോയി എന്ന് പഠിക്കാൻ സാധിക്കും. അതിൻ്റെ സ്റ്റോക്കുകളിലേക്ക് ഏണിങ്സ് ഇൻപുട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഏണിങ്സ് പെർസെൻറ്റേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ പഠനത്തിനെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ റിലീസ് ചെയ്യുന്നത്. നിങ്ങൾ തീർച്ചയായും കാണണം, നിങ്ങൾ കൂടുതൽ പഠിക്കണം ആൻഡ് ബി എ ബെറ്റർ ട്രേഡർ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ആദ്യത്തെ കമ്പനി AIA എഞ്ചിനീയറിംഗ് ആണ്. 2021 Q2 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 162 കോടിയായിരുന്നു. അതാണ് 2022 Q2 ഇപ്പോൾ 312 ആയത്. ശരിക്കും ഓൾമോസ്റ്റ് ഡബിൾ ചെയ്തല്ലേ. 2021 Q3 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 161 ഉള്ളത് 366 ആയി ശരിക്കും. അതുപോലെ തന്നെ Q2 to Q3 നോക്ക്, 312 366 ആയി. സംതിങ് അറൗണ്ട് 15%, ക്ലോസ് ടു 13 to 15% ആണ് വ്യത്യാസം വന്നിരിക്കുന്നത്. OPM മാർജിൻ 2021 Q2 18% ആയിരുന്നു. അതാണ് ഇക്കൊല്ലം Q2 23 ആയത്. Q3 19 എന്നുള്ളതാണ് ഇക്കൊല്ലം 30% ആയി മാറിയത് ശരിക്കും. അത് സ്റ്റോക്കിൽ നാച്ചുറലി കാണിക്കുമല്ലോ. നിങ്ങൾ സ്റ്റോക്ക് നോക്ക്, ഓൾ ടൈം ഹൈയിലാണ് സ്റ്റോക്ക് വർക്ക് ചെയ്യുന്നത് അല്ലേ. സ്റ്റോക്ക് നോക്ക്, ഞാൻ കുറച്ചുകൂടെ ഒന്ന് ചെറുതായി കാണിച്ചു തരാം. നമുക്ക് സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിലാണ് സ്റ്റോക്ക് വർക്ക് ചെയ്യുന്നത്. നോക്ക്. നിഫ്റ്റിയെക്കാളും ഔട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റോക്കാണ്. ഈ പെർഫോമൻസ് ഒന്നും നമുക്ക് യാഡ്സ്റ്റിക് ആയിട്ട് എടുക്കാൻ സാധിക്കത്തില്ല. Q4 റിസൾട്ട് വ്യത്യസ്തമാണ്. Q4 റിസൾട്ട് എങ്ങനെ വരുന്നുള്ളത് നമുക്ക് ഇപ്പോഴേ പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് മാറ്റാൻ സാധിക്കും. അടുത്ത കമ്പനിയാണ് മധ്യഭാരത് അഗ്രോ എന്ന കമ്പനി. നിങ്ങൾ ഇതിൻ്റെ സ്റ്റോക്ക് നോക്കണം. ഇതിൻ്റെ ക്യാൻഡിൽ നോക്കുക. ഓൾ ടൈം ഹൈ എത്തിയതിന് ശേഷം സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് തിരിച്ചൊരു സപ്പോർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ സപ്പോർട്ട് ഇവിടുന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമോ ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. നമ്മൾ നിഫ്റ്റിയെക്കാളും ഔട്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്കിൻ്റെ ചാർട്ട് കാണിച്ചു തന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് Q2 2021 19 കോടിയാണ് 2022 55 കോടിയായിട്ട് കയറിയത്. Q3 2021 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 38 കോടി എന്നുള്ളതാണ് 62 കോടിയായിട്ട് മാറിയത്. Q2 Q3 2022 വ്യത്യാസം 55 കോടിയിൽ നിന്ന് 62 കോടിയായി. OPM മാർജിൻ നോക്ക്, 2021 Q2 22%, അത് Q3 20 ആയിട്ട് കുറഞ്ഞു. പക്ഷേ 2022 2 ക്വാർട്ടറിലും Q2 Q3 OPM മാർജിൻ സ്റ്റേബിൾ ആയിരുന്നു ശരിക്കും. അടുത്ത സ്റ്റോക്കാണ് RSL ഗിയർ ടെക് എന്ന് പറയും. നെക്സ്റ്റ് സ്റ്റോക്ക് RSL ഗിയർ ടെക് ആണ്.
ആ സ്റ്റോക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ട്രെൻഡ് ചെയ്തിരിക്കുന്നത് നോക്കി നിങ്ങൾ, എന്ത് ക്ലാസ് ആയിട്ട് സ്റ്റോക്കിൻ്റെ ട്രെൻഡ് വന്നിരിക്കുന്നത് നോക്കും നിങ്ങൾ. എന്തുകൊണ്ടാണ് ട്രെൻഡ് ചെയ്യാൻ കാര്യം? 2021 Q2 15 crores, Q3 16 കോടി, 2022 15 സ്ഥാനത്ത് 20 ആയി, Q3 23 ആയി. ശരിക്കും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. OPM മാർജിൻ 2021 Q2 Q3 22 ആയിരുന്നു, അത് 2022 Q2 23, Q3 24 മാറി. ശരിക്കും ബെറ്റർ ആയി. ശരിക്കും ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ന്യൂസിൽ വന്നൊരു സ്റ്റോക്കാണ് NCC. ധാരാളം ഓർഡർ ഇൻ ഹാൻഡ് ഉണ്ട് അവരുടെ കയ്യിലും, കോടിക്കണക്കിന് ഓർഡർ ഇൻ ഹാൻഡ് എക്സിക്യൂഷൻ ഉള്ള സ്റ്റോക്കാണ്. ശരിക്കും ഇത് വീക്കിലി ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാര്യം നിങ്ങൾ ആ വീക്കിലിയിലെ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചാർട്ട് എടുത്തിരിക്കുന്നത്. ആ വീക്കിലിയിൽ ശരിക്കും ജൂലൈ 2022 ജൂലൈ മൺഡേ മുതൽ തുടങ്ങിയ ട്രെൻഡ് 57 രൂപയിൽ നിന്നും എത്ര വരെ എത്തി നിൽക്കുന്നു? 109 രൂപ എത്തി നിൽക്കുന്നു. ഓവർ എ പീരീഡ് ഓഫ് ജസ്റ്റ് എന്താ പറയണ്ടേ, ക്ലോസ് ടു 10 months കൊണ്ട് സ്റ്റോക്ക് ഡബിൾ റിസൾട്ടാണ് കൊടുത്തത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുക. 2021 Q2 266 കോടി, അത് 310 ആയി. Q3 276 കോടി, എന്നാലും 376 ആയി. ശരിക്കും OPM മാർജിൻ നോക്കി. Q2 2021 Q2 10 കോടി, അത് 9 ആയി, കുറഞ്ഞു. Q3 9 എന്നുള്ളത് തിരിച്ച് വീണ്ടും 10 മെയിൻറ്റെയിൻ ചെയ്തു. ശരിക്കും ഫ്രണ്ട്സ്, അടുത്ത സ്റ്റോക്കാണ് കൽപ്പത്തരു പവർ. ഓൾ ടൈം ഹൈയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടാണ് സ്റ്റോക്കിന് പുൾ ബാക്കിലേക്ക് പോയത്. ശ്രദ്ധിക്കണം, 2021 Q2 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 254 കോടി എന്നുള്ളത് 2022 ആയപ്പോൾ 349 കോടിയായി. സംതിങ് അറൗണ്ട് 96-97 കോടിയാണ് കൂടിയത് അല്ലേ. സംതിങ് അറൗണ്ട് 40% വ്യത്യാസമാണ് രണ്ട് ക്വാർട്ടർ തമ്മിൽ ഒരു കൊല്ലത്തിനുള്ളിൽ വന്ന വ്യത്യാസം. Q3 2021 316 കോടി എന്നുള്ളത് 374 കോടിയായി. ആൻഡ് OPM മാർജിൻ നോക്കുക. 2021 Q2 7 കോടി എന്നുള്ളത് ലേറ്റസ്റ്റ് 9 കോടിയായി Q2 2022. 2021 Q3 8 കോടി എന്നുള്ളത് അത് വീണ്ടും 9 CR ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. ശരിക്കും ഈ സ്റ്റോക്ക് നിഫ്റ്റിയെക്കാളും ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ട് സ്റ്റോക്കിന് പുൾ ബാക്കിലേക്ക് പോയിരിക്കുന്നതാണ്. അടുത്ത റിസൾട്ടിൽ സ്റ്റോക്ക് റിസൾട്ട് ബെസ്റ്റ് ആണെങ്കിൽ മാത്രമേ സ്റ്റോക്കിന് ട്രെൻഡ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. റിസൾട്ട് ബെസ്റ്റ് ആയതുകൊണ്ട് എല്ലാ സ്റ്റോക്കും കയറിപ്പോയില്ല. അത് കാണെങ്കിൽ സെർട്ടൻ ബിഹേവിയർ നിങ്ങൾ പഠിക്കണം. ഇനി റിസൾട്ട് മോശമാണെങ്കിൽ സ്റ്റോക്ക് താഴെ പോകാനുള്ള സാധ്യതയാണ് എപ്പോഴും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കയറും അല്ലെ സ്റ്റോക്ക് ഇറങ്ങും എന്നുള്ള മുൻവിധിയോടുകൂടി ഒരു സ്റ്റോക്കിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കത്തില്ല, പ്രത്യേകിച്ച് റിസൾട്ട് സീസണിൽ. നിങ്ങൾ റിസൾട്ടിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ ഉള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സങ്കല്പം. ശരിക്കും അതിനുവേണ്ടി കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ നിങ്ങളുടെ വാൽ ലിസ്റ്റിലേക്ക് മാത്രം തരുവാണ്. വാൽ ലിസ്റ്റിൽ നിന്ന് വേണം നിങ്ങൾ സ്റ്റോക്കുകൾ പഠിക്കാനായിട്ട്. പഠിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ആയിട്ടുള്ള സ്വന്തമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട്. മുൻവിധികൾ പാടില്ല. ബേസ്ഡ് ഓൺ റിസൾട്ട്, ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് മാത്രമേ നിങ്ങൾ വർക്ക് ചെയ്യാവുള്ളൂ. ശരിക്കും ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. നിങ്ങൾ ഈ വീഡിയോയിലുള്ള സ്റ്റോക്കുകളൊക്കെ നിങ്ങൾ പഠിക്കുക. ശരിക്കും ഈ സ്റ്റോക്കുകളൊക്കെ റിസൾട്ട് എങ്ങനാകും എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. നല്ലതാകുമോ മോശമാകുമെന്നൊക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കത്തുള്ളൂ. ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്? ഈ സ്റ്റോക്കുകളുടെ ഈ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് തന്നെ ഒരു കഴിഞ്ഞ Q2 Q3 അനാലിസിസ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ സ്റ്റോക്കുകളുടെ ബാക്കിയുള്ള ഫണ്ടാ പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. ആ അനാലിസിസ് നിന്നും ആ കമ്പാരിസണിൽ നിന്നുമാണ് നിങ്ങൾ കൺവിക്ഷൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് നിങ്ങൾ ചാർട്ടിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടത്. ശരിക്കും അപ്പം ഈ പറയുന്ന സ്റ്റോക്കുകളൊക്കെ തന്നെയും ഒബ്സർവേഷന് വേണ്ടി, ലേണിങ്ങിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ എടുക്കാവുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.